പലപ്പോഴും പല വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലും മറ്റും മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ പ്രമുഖ ചാനൽ ചർച്ചാ വിദഗ്ധരും ഒക്കെ ഈ സ്ത്രീ പുരുഷ തുല്യത സംബന്ധിച്ച് പല പ്രസ്താവനകളും ഉന്നയിക്കാറുണ്ട്. അതിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് ഈ പല പ്രമുഖ വ്യക്തിത്വങ്ങളും പറയാറുണ്ട്. നമ്മൾ പലരും അതിലേതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കാറുണ്ട്. ഭൂരിഭാഗം പേരും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും അതിൽ എടുക്കുന്നത്. സോഷ്യൽ മീഡിയ കമന്റുകൾ അത്തരത്തിലുള്ള വീഡിയോസിന്റെ താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന, അല്ലെങ്കിൽ പുരുഷനാണ് ഒരു പടി മുകളിൽ എന്ന ട്രഡീഷണലായ വാദം മുന്നോട്ട് വയ്ക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത്? നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് രൂപീകരിച്ചത് എന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന കുടുംബം, മതം, നമ്മൾ രൂപപ്പെടുത്തിയ ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അത്തരത്തിൽ ഈ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന സ്റ്റാൻഡിലേക്ക് ഭൂരിഭാഗം ട്രഡീഷണലിസ്റ്റായ ആൾക്കാരും വരുന്നു. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചതിൽ ഈ മതം, ജനിച്ച കുടുംബം, ജാതി, അത്തരത്തിലുള്ള ഏതെങ്കിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്വാധീനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്ധവിശ്വാസം, മറ്റ് സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ ഏത് വിഷയങ്ങൾ വന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു നമ്മൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ മതപശ്ചാത്തലം, ഇത്തരത്തിൽ നിന്നൊക്കെ ട്രെയിൻഡായി നമുക്ക് ലഭിച്ച കാഴ്ചപ്പാടുകളായിരിക്കും നമ്മൾ അതിന് മറുപടിയായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നല്ല പൊതുവെ ലോകത്ത് ഏത് മനുഷ്യരെ എടുത്തു നോക്കിയാലും ഇത്തരത്തിൽ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ മനുഷ്യരും ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഒക്കെ തന്നെ ജനിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് നമുക്ക് പറയാം അത്തരത്തിലൊരു അങ്ങനെ അല്ലാതെ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കും എന്ന് പറയാം. അപ്പൊ അങ്ങനെ അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കിട്ടിയ അറിവല്ലാതെ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഒരു ലോകവീക്ഷണ രൂപീകരിക്കുക സാധ്യമാണ്? തീർച്ചയായിട്ടും സാധ്യമാണ്. അവിടെയാണ് നമ്മൾ പൊതുവെ എൻലൈറ്റൻമെന്റ് അഥവാ ജ്ഞാനോദയം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കയറ്റുന്ന ആ അറിവിൽ നിന്ന്, ആ അറിവിന് പുറത്തു നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്വയം പഠിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ലോകവീക്ഷണം രൂപപ്പെടുത്തി എടുക്കുന്നതിനെയാണ് പൊതുവെ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ചിന്തിക്കുന്നത് ആണ്, സ്വന്തമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത്, പ്രീ ട്രെയിൻഡ് അല്ലാതെ. അതിന് രണ്ട് സാധ്യതകൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ളൊരു ജീവി എന്നുള്ള നിലയ്ക്ക്, ജനിതകപരമായിട്ട് ജന്മനാൽ നമ്മളൊരു ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചുറ്റുപാടിനെ നോക്കിക്കാണുമ്പോൾ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ട്രെയിൻ ചെയ്യാതെ തന്നെ നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് റാഷണൽ, രണ്ട് എംപിരിക്കൽ തോട്ട് എന്ന് പറയും. കുറച്ചുകൂടെ ലളിതമായിട്ട് വിശദീകരിച്ച് പറഞ്ഞാൽ യുക്തി, ജന്മന ഇന്നേറ്റ് എന്ന് പറയും. നമുക്ക് ജന്മന ലഭിക്കുന്ന യുക്തിബോധം കൊണ്ട് നമ്മൾ കാര്യത്തെ മനസ്സിലാക്കും. രണ്ട്, നമ്മൾ നേരിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ, അതായത് ദൃശ്യ രൂപത്തിലോ ശ്രവണ രൂപത്തിലോ നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലൂടെയും നമുക്ക് ചുറ്റുപാടിനെ അറിയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ എൻലൈറ്റൻമെന്റിന്റെ അടിസ്ഥാനം. നമ്മൾ ഈ സ്വന്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാധിക്കും. ആ ടൂള് നമ്മൾ ഉപയോഗിച്ചാൽ നേരത്തെ പറഞ്ഞ ബയാസുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ പറയുന്ന മതവും രാഷ്ട്രീയവും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ എൻലൈറ്റൻമെന്റ് എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ചാനലിൽ ഞാൻ പ്രബോധന സഹ്യൻ, പ്രബോധന എന്നാണ് പേരുന്നത്. പ്രബോധന എന്നാൽ എൻലൈറ്റൻമെന്റിന്റെ സംസ്കൃത പദമാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വരാം, ആ പേരും അതിന്റെ പിന്നിലെ കാരണങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ
ആശയ രൂപീകരണം നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ റാഷണലും എംപിരിക്കലുമായിട്ടുള്ള കാഴ്ചപ്പാടുമുണ്ട്. നമുക്കതിനെ നിത്യജീവിതത്തിൽ ചില ഉദാഹരണങ്ങളുമായിട്ട് നമുക്ക് പ്രായോഗികമായ ചില ഉദാഹരണങ്ങളുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കാം. ഒന്ന്, ബാച്ചിലർ എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാ ബാച്ചിലേഴ്സും അവിവാഹിതരാണ് എന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ്, എന്തെങ്കിലും ഒരു ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും അതിനകത്ത് ബാച്ചിലർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എഴുതാനായിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്കതെല്ലാം അവിവാഹിതരാണെന്ന് എഴുതാൻ പറ്റും, അൺമാരീഡ് ആണെന്ന് എഴുതാൻ പറ്റും. കാരണം നമ്മുടെ യുക്തിയാണ്. നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് പഠിച്ചു, അതിൽ നിന്ന് പിന്നീട് റിപ്പീറ്റ് ആയിട്ട് എത്ര ഉദാഹരണം വന്നാണ് നമ്മുടെ യുക്തിബോധം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അതാണ് റാഷണൽ. എംപിരിസിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എംപിരിക്കൽ തോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് കൊണ്ട് മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഒത്തിരി കാലം നമ്മൾ ദൂരെ ഒരു പാറയെ കാണുന്നു. അപ്പൊ പാറയാണോ അതൊരാനയാണോ എന്ന ഡൗട്ട് കുറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ നമ്മളത് ഡീബങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ അതിലേക്ക് അടുത്തേക്ക് പോയി അതിനെ നേരിട്ട് കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് അത് എന്താണ് ആ വസ്തു എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു, നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്. അതാണ് പൊതുവെ എംപിരിക്കൽ ആയിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് സമൂഹത്തെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയും അറിവ് സ്വയം രൂപീകരിക്കാൻ കഴിയും. അതായത് ഒരു സോകാൾഡ് ടീച്ചർ, ഗൈഡ്, ഗുരു എന്നൊക്കെ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ രീതിയിലല്ലാതെ തന്നെ മനുഷ്യന് സ്വന്തമായിട്ട് അറിവ് നേടാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ്. അതായത് വളരെ ഓവർവെമിംഗ് ആയിട്ടുള്ള ബയാസുകളുടെ ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഏത് കാര്യമെടുത്താലും മതത്തിനും രാഷ്ട്രീയത്തിനും വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെ പറയണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ചിന്തകളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ ഈ ടൂള് നമ്മൾ ഉപയോഗിക്കണം. അതായത് സ്വന്തമായ കാര്യങ്ങളെ നമ്മൾ പഠിക്കുക. അത് തന്നെയാണ് എൻലൈറ്റൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് കാര്യവും സ്വന്തമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു ചോദ്യങ്ങളുണ്ടാവും. അത് ഇതിന്റെ സ്വന്തമായ അറിവ് നേടുന്ന, സ്വന്തമായി ലോകത്തെ മനസ്സിലാക്കുന്നതിന്റെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുടെ കീ ആണ് ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ജനാധിപത്യമാണോ രാജഭരണമാണോ നല്ലത് എന്നൊരു ചർച്ച വരുന്നിരിക്കട്ടെ. അപ്പൊ നമുക്കത് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പകർന്നു തന്ന അഭിപ്രായങ്ങളല്ലാതെ സ്വന്തമായി നമ്മൾ അഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക ഈ വിഷയത്തിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കും ജനാധിപത്യമാണോ രാജഭരണമാണോ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം, നമുക്കൊരു അനുമാനം ഉണ്ടാവും. ഈ ഫിലോസഫിയിലേക്ക് അല്ലെങ്കിൽ PhD റിസർച്ച് ചെയ്യുന്നവർക്ക് അറിയാം, അത് ഹൈപ്പോത്തീസിസ് എന്ന് നമ്മൾ പറയും. അത് സ്വന്തമായ മനുഷ്യന് നമ്മൾ ഈ ഒരു ജനാധിപത്യവും രാജഭരണവും സംബന്ധിച്ചൊരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് നമുക്ക് ആദ്യം സ്വന്തമായിട്ടൊരു ഇൻഫറൻസ്, ഒരു ഊഹം നമുക്കുണ്ടാകും, ജനാധിപത്യമാണ് നല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ സമൂഹത്തിലായതുകൊണ്ട് ജനാധിപത്യമായിരിക്കും കൂടുതൽ മനുഷ്യാവകാശങ്ങൾ നൽകുന്നത് എന്നുള്ളൊരു അനുമാനത്തിൽ നമ്മൾ ജനാധിപത്യമാണ് നല്ലത് എന്ന് നമ്മളൊരു കാഴ്ചപ്പാട് രൂപീകരിച്ചു. അത് നമ്മളെ യുക്തി കൊണ്ട്, നേരത്തെ പറഞ്ഞ റാഷണൽ തിങ്കിങ് കൊണ്ട് നമ്മൾ രൂപീകരിച്ചു. അടുത്ത് നമുക്ക് ഒരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. ആർക്കും സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ട് ചോദ്യം വരാം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനാധിപത്യം എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായി വന്നത്, ആദ്യമായിട്ട് ജനാധിപത്യം എന്നുള്ളൊരു സിസ്റ്റം ലോകത്ത് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി എന്നൊരു തിങ്കിങ് നമുക്ക് സ്വാഭാവികമായിട്ടും, എത്ര വിദ്യാഭ്യാസമുള്ള ആളോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളോ സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ, തനിയെ ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ വേറെ ആരും ട്രെയിൻ ചെയ്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസും മതവും ട്രെയിൻ ചെയ്തല്ല, സ്വന്തമായി ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാം: എപ്പോഴാണ് ജനാധിപത്യം ഉണ്ടായി വന്നത്, ഏത് സമയത്തായിരിക്കും, ആരായിരിക്കും അതിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിനെ അന്വേഷിക്കാൻ ബാധ്യത വരും. ആ അന്വേഷണം നമ്മൾ ചിലപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ റെഫറൻസിലേക്ക് പോവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്തുണ്ടായ ജനകീയ വിപ്ലവങ്ങളുടെ ഒരു റെഫറൻസിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഡീബങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞ എംപിരിക്കലും റാഷണലുമായിട്ടുള്ള യുക്തിപരവും ഇന്ദ്രിയങ്ങൾ കൊണ്ടുമുള്ള എവിഡൻസുകളും കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു.
ഇങ്ങനെ സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്തി സ്വന്തമായിട്ട് സോക്കാൾഡ് സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഡീബങ്ക് ചെയ്തുകൊണ്ട് പല വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ സഹ്യൻ പ്രബോധന എന്ന ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ പല വിഷയങ്ങളിലും ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് വിലയിരുത്താം, വിമർശിക്കാം. താങ്ക് യു.